വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ആണ്. 9ാം ക്ലാസ്സിലെ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ SCERT. നമുക്കുണ്ട് പുതിയ SCERTകളിൽ നിന്നും മാത്രമല്ല പഴയ SCERTയിൽ നിന്നും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പുതിയ SCERT കഴിയുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇടയിൽ കൂടെ എന്ത് ചെയ്യാം, പഴയ SCERT കൂടിയും ചെയ്യാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പരീക്ഷ ഇന്നലെ നടന്ന എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും എളുപ്പമായിരുന്നു അല്ലേ? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അധികം ടഫ് ഉണ്ടായിരുന്നില്ല. പക്ഷേ കട്ട് ഓഫ് മാർക്ക് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ, അധികം വേക്കൻസി ഇല്ലാത്ത കാരണം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ചാപ്റ്റർ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 1ാമത്തെ ചാപ്റ്ററാണ്. ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് ലാസ്റ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായി ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നല്ല ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹാരപ്പൻ പ്രദേശത്തിൽ ആയിരുന്നു ജലസംഭരണിയുടെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഹാരപ്പൻ പ്രദേശം ഏതാണോ, അങ്ങനെ എന്തോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ധോളാവേരി ആയിരുന്നു ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പാഠം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഹിസ്റ്ററി, പഴയ ഹിസ്റ്ററിയാണ് അല്ലേ. നോക്കാം. 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ നമുക്ക് 3 യുഗങ്ങളുണ്ട് അല്ലേ, 3 ശിലായുഗങ്ങളുണ്ട്. ഏത് ശിലായുഗങ്ങളൊക്കെ എന്നതാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്തൊക്കെയായിരുന്നു? കാട്ടുജന്തുക്കളിൽ നിന്നും രക്ഷ നേടാൻ മനുഷ്യർ ഏത് തരം ഉപകരണങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്? കല്ലുകൊണ്ടുള്ള മഴയൊക്കെ ഉപയോഗിച്ചിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഇത്തരം ഉപകരണങ്ങൾ അക്കാലത്തെ മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും? മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും വേട്ടയാടാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ശിലായുഗം എന്ന് പറയുന്നത് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ശിലായുഗത്തിൻ്റെ 3 പാർട്ടീഷൻ എന്ന് പറയുന്നത്? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3 യുഗങ്ങളായിട്ട് ശിലായുഗങ്ങളുണ്ട്. ഇതിൽ ഈ ശിലായുഗമാണ് എന്തായിട്ട് മാറിയത്? ലോഹയുഗമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലോഹയുഗത്തിൽ എന്തൊക്കെ വരും? വെങ്കലയുഗവും ഇരുമ്പ് യുഗവും വരും. മനസ്സിലായല്ലോ. അപ്പോൾ ശിലായുഗങ്ങൾ എന്ന് പറയുന്നത് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗമാണ്. ഇതിൽ ശിലായുഗത്തിൽ നിന്നാണ് കൺവേർട്ട് ചെയ്തിട്ട് ലോഹയുഗമായിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? വെങ്കലയുഗവും ഇരുമ്പ് യുഗവും. അപ്പോൾ എന്താണ് ശിലായുഗം എന്ന് പറയുന്നത്? മാനവ ചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തെ ശിലായുഗം എന്നാണ് വിളിച്ചിരുന്നത്. അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങൾ, ആയുധങ്ങൾ പ്രധാനമായി നിർമ്മിച്ചിരുന്നതാണ് കല്ലുകൊണ്ടാണ്. അതിനാൽ ചരിത്രകാരർ ആദ്യഘട്ടത്തിൽ നിന്ന് വിളിക്കുന്നു ശിലായുഗം എന്ന് വിളിക്കുന്നു. കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കുന്നു. അപ്പോൾ ശിലായുഗത്തിൽ ആദ്യമായിട്ട് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് എന്തായിട്ട് മാറി? അപ്പോൾ അങ്ങനെ കല്ലുകൊണ്ട് ഉപയോഗിച്ചിരുന്ന രീതി അതിനെയാണ് ശിലായുഗം എന്ന് പറയുന്നത്. ശിലായുഗം എന്ന് പറയുന്ന 3 പാർട്ടീഷനുണ്ട്. എന്തൊക്കെയാണ്? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഇനി നമുക്ക് ഓരോ ശിലായുഗങ്ങളും എന്താണെന്ന് നോക്കാം. പ്രാചീന ശിലായുഗം എന്ന് വെച്ചാൽ എന്താണ്? പരുക്കൻ ശിലാപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത. പാലിയോസ് എന്ന് വെച്ചാൽ പ്രാചീനം എന്നാവും, ലിത്തോസ് എന്ന് വെച്ചാൽ ശില എന്നുമാണ് അർത്ഥം. അങ്ങനെയാണ് പാലിയോലിത്തിക്, പ്രാചീന ശിലായുഗത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പാലിയോലിത്തിക് എന്ന് പറയുന്നത്. അങ്ങനെ ആ പേര് കിട്ടിയിട്ടുള്ളത്. ആദിമ മനുഷ്യരുടെ ജീവനോപാധികളായി ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം. ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെ ഘട്ടങ്ങളാണ്? അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞാൽ പരുക്കൻ ശിലാപകരണങ്ങൾ അല്ലേ, പരുക്കൻ ശിലാപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളാണ് ഓരോന്നുണ്ടാക്കുമ്പോണ്ടായിരുന്നത്, അപ്പോൾ നിർമ്മാണത്തിനുണ്ടായിരുന്നത്, ഓരോ ഉപകരണങ്ങൾ നിർമ്മാണത്തിനുണ്ടായിരുന്നത്. ഒന്നെന്ന് പറയുന്നത് പ്രയോജനപ്പെടുത്തലാണ്. ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണെന്ന് പറയുന്നത് പ്രയോജനപ്പെടുത്തൽ എന്ന് പറയുന്നത്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം, ഒന്നും ചെയ്യാണ്ട് അല്ലേ. ഇനി രൂപമാറ്റം വരുത്തൽ വെച്ചതാണ് ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് രൂപമാറ്റം വരുത്തൽ എന്ന് പറയുന്നത്. എന്താണ് ക്രമവൽക്കരണം? ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ക്രമവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ 3 ഘട്ടങ്ങൾ പറഞ്ഞു: പ്രയോജനപ്പെടുത്തൽ, രൂപമാറ്റം വരുത്തൽ, ക്രമവൽക്കരണം അല്ലേ. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ എല്ലാത്തിനും വിശദീകരണം എന്ന് പറയുന്നത് അല്ലേ. ഇനി പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞത്? പ്രയോജനപ്പെടുത്തലുണ്ട്, രൂപമാറ്റം വരുത്തലുണ്ട്, ക്രമവൽക്കരണം എന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ക്രമവൽക്കരണം എന്ന് വെച്ചാൽ എന്നാ പറഞ്ഞു? ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് പറഞ്ഞത് അല്ലേ. പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യം തന്നെ ഉരുളൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു. പിന്നെന്താണ്? ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ ഉപയോഗിച്ചു. പിന്നെ കൽച്ചീൾ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ 3 കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു പറയുന്നുണ്ട്. ഇനി എന്താണ് മാതൃശില എന്ന് പറയുന്നതും കൽച്ചീളുകൾ എന്ന് പറയുന്നത് നോക്കാം. മാതൃശില എന്ന് വെച്ചാൽ എന്താണ്?
ഒരു കഷ്ണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ കഷ്ണത്തെയാണ് മാതൃശില എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കഷ്ണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളായിട്ട് പൊട്ടിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഏറ്റവും വലിയ കഷ്ണത്തെയാണ് മാതൃശില എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ കഷ്ണങ്ങളെയാണെന്ന് പറയുന്നത് കൽച്ചീളുകൾ എന്ന് പറയുന്നത്. മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെ മാതൃശില ഉപകരണങ്ങളെന്നും കൽച്ചീള കൊണ്ട് നിർമ്മിക്കുന്നവയെ കൽച്ചീള ഉപകരണങ്ങളെന്നും വിളിക്കുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? മാതൃശില എന്ന് വെച്ചാൽ ഒരു കഷ്ണത്തെ കുറേ കഷ്ണങ്ങളാക്കി മാറ്റി, അങ്ങനെ കുറേ കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ ഏറ്റവും വലിയ കഷ്ണം ഉണ്ടായിരിക്കും, അതിനെ മാതൃശില എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? അതിൽ ഏറ്റവും ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കൽച്ചീളുകൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയൊരു കഷ്ണത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നത് ഈ വലിയ കഷ്ണത്തെയാണ് മാതൃശില എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് ഉപയോഗിക്കുന്ന ഉണ്ടാക്കുന്ന ഉപകരണങ്ങളെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? നമ്മൾ മാതൃശില ഉപകരണങ്ങൾ എന്ന് പറഞ്ഞു. കൽച്ചീള കൊണ്ട് നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കൽച്ചീള ഉപകരണങ്ങൾ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ മനുഷ്യർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇനി എന്താണ് പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികൾ ഇപ്പം നൽകിയിട്ടുണ്ടല്ലേ? സ്രോവേ ഫ്രാൻസ്, ലാസ്കോ ഫ്രാൻസ് ആനക്കോമിൽ നിർമ്മിച്ച ശില്പം, അതുപോലെ തന്നെ കുസാക്ക് ഫ്രാൻസ് ഗുഹയിലെ കോറിയിട്ട ചിത്രങ്ങൾ, സ്പെയിനിലെ ലാഗർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ, എന്നിങ്ങനെ കുറേ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു? ലളിതമായ ഒഴുക്കൻ വരകൾ, കോറിയിട്ട ചിത്രങ്ങൾ, ശില്പങ്ങൾ തുടങ്ങി വിവിധ മാർഗ്ഗങ്ങൾ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നതായിട്ട് ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മൃഗങ്ങളുടെ ചിത്രീകരണം, അതുപോലെ തന്നെ മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും കോറിയിട്ട രൂപം എന്നിവ അനുഷ്ഠാനവുമായ വിശ്വാസവുമായ ബന്ധമുള്ളതായിട്ട് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. സ്പെയിനിലെ ലാഗർമ ഗുഹയിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ അക്കാലത്തെ മനുഷ്യരുടെ കലാവൈദഗ്ധ്യത്തിന് തെളിവാണ്. അപ്പം അന്ന് എന്താണ് പറയുന്നത്? കുറേ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ, കല്ലുകളിൽ കോറിയിട്ട ചിത്രങ്ങളായിട്ടും അതുപോലെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളായിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് എന്ന് പറയുന്നത് പണ്ടും എന്തുണ്ടായിരിക്കും? കലാവൈദ്യം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു, കലകൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ തരം നിറങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. ഏതൊക്കെ നിറങ്ങളാണ്? ചെടികൾ, മരത്തിൻ്റെ തോല്, കായകൾ എന്നിവ അരച്ച് ചെങ്കൽപ്പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവരിങ്ങനെ വരച്ചതെന്നാണ് പറയുന്നത്? ചെടികൾ, മരത്തിൻ്റെ തോല്, കായകൾ എന്നിവ വരച്ച് ചെങ്കൽപ്പൊടി ചേർത്തിട്ടാണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. സൂര്യപ്രകാശത്താൻ കഴിയാത്ത ഗുഹയുടെ ഉൾഭിത്തികളിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരുന്നത്. ഗുഹകളിലെ മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിൻ്റെയും സാങ്കേതിക വിദഗ്ധത്തിൻ്റെയും തെളിവായി ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും കണക്കാക്കപ്പെടുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? ആദ്യം നമ്മൾ പറയല്ലേ കലാവൈദഗ്ധ്യം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവരെന്ന് പറയുന്നത് എന്താണ്? പ്രാചീന ആൾക്കാരെന്ന് പറയുന്നത് വൈജ്ഞാനിക വികാസവും സാങ്കേതിക വൈദഗ്ധ്യവും ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് കലകളും അതുപോലെ തന്നെ എന്താണ് സാങ്കേതിക വിജ്ഞാനമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവരെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് പ്രാചീന ശിലായുഗം എന്ന് വെച്ചാൽ നമുക്കൊരു കൺക്ലൂഷനിൽ എങ്ങനെ എത്തിക്കാം? പരുക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു, ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു, വേട്ടയാടൽ, ശേഖരണം എന്നിവ ആയിരുന്നു ഉപജീവന മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാൻഡുകളായിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. ഭക്ഷണം സംഭരിച്ച് വെച്ചിരുന്നില്ല. നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. എന്തൊക്കെയാണ് പ്രാചീന ശിലായുഗത്തിൻ്റെ പ്രത്യേകതകൾ? പറഞ്ഞ എന്തൊക്കെയാണ്? പരുക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു, ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു, വേട്ടയാടൽ, ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗ്ഗങ്ങൾ, ബാൻഡുകളായിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം, പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു, ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല, നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ നമ്മൾ ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങളായിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ബാൻഡുകൾ എന്ന് പറയുന്നത്? 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളെയാണ് ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ എന്ന് പറയുന്നത്. 100-ൽ താഴെ അംഗങ്ങൾ ഉണ്ടാകുന്ന ചെറിയൊരു സമൂഹമല്ലേ, അതിനെയാണെന്ന് പറയുന്നത് ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ എന്ന് പറയുന്നത്. രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത്. എന്താണ്? രക്തബന്ധം അല്ലേ, രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? പ്രാചീന ശിലായുഗം പഠിച്ചു കഴിഞ്ഞു അല്ലേ. പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. കുറച്ച് നമ്മൾ കൺക്ലൂഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്നത് മധ്യശിലായുഗമാണ്. എന്താണ് മധ്യശിലായുഗം എന്ന് പറയുന്നത്? പ്രത്യേകത എന്താണ്? പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഘട്ടമാണ് മധ്യശിലായുഗം അല്ലേ. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം ഉണ്ട്. അപ്പം നവീന ശിലായുഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളൊരു ഭാഗമാണ് മധ്യശിലായുഗം.
എങ്ങനെയാണ് പേര് വന്നതെന്ന് നോക്കാം. മധ്യശിലായുഗം എന്ന് വെച്ചാൽ എന്താണ്? മെസോലിത്തിക് ഏജ് എന്നാണ് പറയുന്നത്. അപ്പോൾ മെസോസ് എന്ന് വെച്ചാൽ മധ്യമെന്നും ലിത്തോസ് എന്ന് വെച്ചാൽ ശില എന്നാണ് അർത്ഥം. അത് കാരണമാണ് മെസോലിത്തിക് എന്ന പദം നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത് നോക്കാം. പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നവയേക്കാളും ചെറിയ ഉപകരണങ്ങളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ല് ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലമാണിത്. അപ്പോൾ എന്താണ്? സൂക്ഷ്മശിലകൾ അല്ലെങ്കിൽ മൈക്രോലിത്തുകൾ ഉപയോഗിച്ചിരുന്ന കാലമായിരുന്നു എന്ന് പറയുന്നത് മധ്യശിലായുഗത്തിൽ. നോക്കിയാൽ മധ്യശിലായുഗത്തിൽ ഉപകരണം കണ്ടോ? അപ്പോൾ ചെറിയ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്? സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഈ വികാസം നമുക്ക് കാണാൻ കഴിയുന്നത് ഏത് വികാസം? ആശയവിനിമയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രാചീന ശിലായുഗത്തിലും ആശയവിനിമയം ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇത് എപ്പോഴായിരുന്നു? ലാസ്റ്റ് ഘട്ടത്തിലായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഈ വികാസം നമുക്ക് കാണാൻ കഴിയുന്നത് മധ്യശിലായുഗത്തിലാണ്. മധ്യപ്രദേശിലെ ഇമ്പോർട്ടൻ്റ് ആണ്ടോ എവിടെയാണ് ഭിംബേഡ്ക ഉള്ളത്? ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മധ്യപ്രദേശിലെ ഭിംബേഡ്ക, ലഗ്ജാവോർ, കദോട്ടിയ എന്നീ ഗുഹാകേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികൾ ആദിമ മനുഷ്യൻ്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. നോക്കിയേ ഭിംബേഡ്ക എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയേ. ഭിംബേഡ്ക, ലഗ്ജോവാർ, കഥോട്ടിയ, പിന്നെ എന്നിട്ടാ ഭിംബേഡ്ക അല്ലേ? അപ്പം എങ്ങനെ പിക്ചറുകളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാനായി പറ്റും? അവരുടെ ജീവിത രീതികളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തൊക്കെ സവിശേഷതകളാണ്? മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലായുധങ്ങളുടെ ഉപയോഗം, വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗമാക്കി, മൃഗങ്ങളെ ഇണക്കി വളർത്തലിൻ്റെ സൂചനകൾ, വിനോദങ്ങൾ, ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം എന്നിങ്ങനെയൊക്കെ എന്താണ് മനസ്സിലായത്? ഈ സവിശേഷതകൾ അല്ലേ? ഈ സവിശേഷതകളൊക്കെയാണ് മധ്യശിലായുഗത്തിൽ ഉണ്ടായിരുന്നത്. മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലായുധങ്ങളുടെ ഉപയോഗം അത് പ്രാചീന കാലത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവനമാർഗം, മൃഗങ്ങളെ ഇണക്കി വളർത്തലിൻ്റെ സൂചനകൾ, വിനോദങ്ങൾ, ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം. ഇനി നമുക്ക് മധ്യശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാർക്കർ, ഇംഗ്ലണ്ടിലെ സ്റ്റാർക്കർ. ശ്രീലങ്കയിലെ ഫാഹിയാൻ ഗുഹ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എപ്പോഴാണ്ട്. അതുപോലെ തന്നെ സരേനഹർ റായ്, ഇന്ത്യ, ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമുണ്ടോ സരേനഹർ റായ് എന്നൊക്കെ പറയുന്ന മധ്യശിലായുഗ കേന്ദ്രങ്ങളാണ്. ഇനി ചെറിയൊരു ചരിത്രം പറയുന്നുണ്ട് നോക്കാം. സ്റ്റാർക്കാർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ സ്റ്റാർക്കാറിനെ കുറിച്ചാണ് പറയുന്നത്. വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണിത്. ജൈവാവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രധാന സവിശേഷത. ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യകാല മരപ്പണിയുടെ തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആദിമ മനുഷ്യർ ഈ പ്രദേശത്ത് താൽക്കാലിക വാസസ്ഥലമായിട്ട് ഉപയോഗിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ പ്രദേശത്ത് നിന്ന് കുറച്ച് തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുമൂലമാണല്ലോ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് എന്തു നൽകിയിട്ടുണ്ടായിരുന്നത്? ഇംഗ്ലണ്ടിലെ സ്റ്റാർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നത്. അതാണ് പറയുന്നത്. ഇനി സരേനഹർ റായ് ഇന്ത്യയിലെ ഒരു മധ്യശിലായുഗ കേന്ദ്രമാണ് ഉത്തർപ്രദേശിലെ എന്ന് പറഞ്ഞു അല്ലേ? അവിടെ നിന്നാണ് എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം. സരേനഹർ റായ് ഇന്ത്യയിലെ ഒരു മധ്യശിലായുഗ കേന്ദ്രം. ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിൽ ഓക്സ്ബോ തടാകക്കരയിലാണ് സരേനഹർ റായ് സ്ഥിതി ചെയ്യുന്നത്. മധ്യശിലായുഗത്തിൻ്റെ പ്രധാന സവിശേഷതയായ മൈക്രോലിത്തുകൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലഭിച്ച ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട പുരാവസ്തു തെളിവാണ്. ഇതിൽ പുരുഷന്മാരുടെ ഉയരം 180 സെൻറ്റിമീറ്ററും സ്ത്രീകളുടെ ഉയരം 170 സെൻറ്റിമീറ്ററുമാണ്. വേട്ടയാടലിന് അമ്പുമിലും ഉപയോഗിച്ചിരുന്നതായിട്ട് കരുതുന്നു. വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നതും മൃഗത്തോല് വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതും തെളിവുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത്? സരേനഹർ റായിലാണ്, ഉത്തർപ്രദേശിലെ സരേനഹർ റായിൽ നിന്നും കുറച്ച് തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്ത്രീമാരുടെയും പുരുഷന്മാരുടെയൊക്കെ അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നൽകിയിട്ടുള്ളത്? മൈക്രോലിത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വേട്ടയാടലിന് അമ്പുമിൽ ഉപയോഗിച്ചിരുന്നുവെന്നും മൃഗത്തോലുകൾ ഉപയോഗിച്ചിരുന്നെന്നും മനസ്സിലാക്കുന്നുണ്ട് വസ്ത്രങ്ങളായിട്ടില്ലേ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? മധ്യശിലായുഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നവീന ശിലായുഗമാണ്. നവീന ശിലായുഗം എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യ ജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണിത്. നിയോസ്, നവീനം, ലിത്തോസ്, ശില എന്നീ പദങ്ങളിൽ നിന്നാണ് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. മാൻ മാക്സ് ഹിസെൽഫ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്ന ഗ്രന്ഥത്തിൽ ഗോർഡൻ ചൈൽഡ് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച നവീന ശിലായുഗത്തിലെ 2 സുപ്രധാന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെയായിരുന്നു അവിടുത്തെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യ സമ്പന്ന വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച ആദ്യ വിപ്ലവം മനുഷ്യന് തൻ്റെ ഭക്ഷണ ലഭ്യതയിന്മേൽ നിയന്ത്രണം നേടിക്കൊടുത്തു. ഭക്ഷ്യയോഗ്യമായ ചെടി, വേര്, വൃക്ഷങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താൻ തുടങ്ങി. തനിക്ക് നൽകാൻ സാധിക്കുന്ന കന്നുകാലി തീറ്റയുടെയും കൊടുക്കാൻ കഴിയുന്ന സംരക്ഷണത്തിൻ്റെയും ചെലുത്താവുന്ന ദീർഘദൃഷ്ടിയുടെയും ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം ഇണക്കി നിർത്തുന്നതിൽ മനുഷ്യർ വിജയിച്ചു. മേൽ പറഞ്ഞ 2 കാര്യങ്ങൾ എന്താണ്? പരസ്പരം ഇഴചേർന്നവയാണ്. അപ്പോൾ നവീന ശിലായുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ് എന്തൊട്ടാണ് പറയുന്നത്? ആവശ്യമായ ഭക്ഷണങ്ങൾ കൃഷി ചെയ്യുവാനും അതുപോലെ തന്നെ നടാനും മെച്ചപ്പെടുത്താനൊക്കെ തുടങ്ങി. കന്നുകാലി തീറ്റ ഒക്കെ കൊടുക്കാനൊക്കെ തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്നും കുറേ ഉപജീവന രീതികളിൽ നല്ല വ്യത്യാസം വന്നു എന്ന് മനസ്സിലായി.
മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? ജനസംഖ്യാ വർധനവ്, മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന, സങ്കീർണമായ സാമൂഹിക സംഘാടനം, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്, സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം. എന്തൊക്കെയായിരുന്നു? ജനസംഖ്യാ വർധനവ്, മനുഷ്യാധിവാസി കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്, സങ്കീർണമായ സാമൂഹിക സംഘാടനം, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്, സാങ്കേതിക വിദ്യയിൽ നിന്നുണ്ടായ മാറ്റം എന്നിങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നവീന ശിലായുഗത്തിൽ ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഉപകരണങ്ങൾ കണ്ടില്ലേ? അപ്പോൾ മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത്തരം ഉപകരണങ്ങൾ മണ്ണിൽ കൃഷി ചെയ്യുവാൻ മനുഷ്യർക്ക് സഹായകമായി. മരം മുറിക്കുവാനും മണ്ണ് ഉഴുതുമറിക്കുവാനും ഈ ഉപകരണങ്ങൾ അവരെ സഹായിച്ചു. ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി. തൽഫലമായി സ്ഥിരവാസം, കാർഷിക ഗ്രാമങ്ങൾ വളർന്നു വന്നു. കളിമൺ പാത്ര നിർമ്മാണവും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികളുടെ ഉപയോഗവും ധാന്യ സംഭരണം സാധ്യമാക്കി. പിന്നെ കാർഷിക രംഗത്ത് മിച്ചോൽപാദനം സാധ്യമായതോടെ സമൂഹത്തിലെ ഒരു വിഭാഗം കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്നും സ്വതന്ത്രരായി. അവർ കളിമൺ പാത്ര നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി. അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായി മാറി. ഇതോടെ സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ന് നാം കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനം നവീന ശിലായുഗത്തിലെ ഈ മാറ്റങ്ങളാണ്. ഇത്തരം മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസിദ്ധ പുരാവസ്തു ഗവേഷകനായ ഗോർഡൻ ചൈൽഡ് ആണ് ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് നവീന ശിലായുഗം എന്ന് വിപ്ലവത്തെ വിശേഷിപ്പിച്ചത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? നവീന ശിലായുഗത്തിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോരാതെ കളിമൺ പാത്രം, അതുപോലെ തന്നെ എന്തുകൊണ്ട് കളിമണ്ണ് ഉപയോഗിച്ച് കളിമൺ പാത്ര നിർമ്മാണം, നെയ്ത്ത് അല്ലേ, അപ്പോൾ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ തൊഴിൽ വിഭാഗങ്ങൾ അവർ കണ്ടെത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രാചീന ശിലായുഗവും മധ്യശിലായുഗം നവീന ശിലായുഗത്തിലൊക്കെ പറയുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞു ഇറാഖിലെ കുർദിഷ് കുന്നുകളിലെ ജാർമോ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. റോബർട്ട് ഇ ബ്രേഡ്വുഡാണ് കുർദിഷ് കുന്നുകളിലെ ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. ജാർമോയിലെ ജനങ്ങൾ ബാർലിയും 2 തരം ഗോതമ്പും കൃഷി ചെയ്തിരുന്നു. ആടിനെയും മറ്റു ചില മൃഗങ്ങളെയും ഇണക്കി വളർത്തിയതിന് വ്യക്തമായ സൂചനകളുണ്ട്. ഇവിടുത്തെ വീടുകൾ ചെറുകുടിലുകളായിരുന്നു. അവർ കളിമണ്ണ് കൊണ്ട് മൃഗങ്ങളെയും മനുഷ്യരെയും രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു. അവർ നിർമ്മിച്ച മനുഷ്യരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭിണിയായ സ്ത്രീയുടെ രൂപമാണ്. അപ്പം അങ്ങനെ ആ ഒരു സ്ഥലത്തിലും എന്തുണ്ടായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? വസ്തു ഗവേഷണം നടത്തിയിരുന്നെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെഹർഗഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രമാണ്. മെഹർഗഡ് നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളായ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശമാണ് മെഹർഗഡ്. ഇപ്പോൾ പാകിസ്ഥാനിലാണ്. ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു കേന്ദ്രം? മെഹർഗഡ് എന്ന് പറയുന്നത് നവീന ശിലായുഗ കേന്ദ്രമാണ്. അതുപോലെ ഇറാഖിലെ കുർദിഷ് എന്ന് പറയുന്നതും ജാർമോ എന്ന് പറയുന്നതും എന്താണ്? ഒരു കേന്ദ്രമാണ് അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മൾ യുഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോഹയുഗം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ലോഹയുഗം എന്ന് പറയുന്ന യുഗം ഉണ്ടായിരുന്നു. ആ ലോഹയുഗത്തിലേക്ക് തനിയെ മാറാണ് അല്ലേ. പ്രാചീന ശിലായുഗത്തിൽ നിന്നൊക്കെ ലോഹയുഗങ്ങളിലേക്ക് മാറാണ്. ശിലയുടെ സ്ഥാനത്ത് എന്തുപയോഗിച്ച്? ലോഹങ്ങൾ ഉപയോഗിച്ചത് കാരണമാണ് ലോഹയുഗം എന്ന് പറയുന്നത്. സാങ്കേതിക വിദ്യയിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി വ്യക്തമായി പ്രകടിപ്പിക്കുന്ന കാലമാണ് ലോഹയുഗം. മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ചിരുന്ന ലോഹം എന്താണ്? ചെമ്പാണ്. ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ലോഹം എന്ന് പറയുന്നത് എന്താണ്? ചെമ്പായിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചെമ്പായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ചിരുന്നു. ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാദൽ ഹോയ്ക്ക് തുർക്കിയിലെ ചയോനു, വടക്കൻ സിറിയ, അലികോഷ്, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നും ചെമ്പിൻ്റെ ഈ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. BC 7000 ഇതിൻ്റെ കാലമായിട്ട് കണക്കാക്കുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളായിരുന്നു പറഞ്ഞത്? ഇറാൻ, തുർക്കി, വടക്കൻ സിറിയയിലെ ചാദൽ ഹോയ്ക്ക്, ചയോനു, അലികോഷ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അല്ലേ പറയുന്നത്. അപ്പോൾ ഇനി എന്താണ്? അപ്പോൾ ലോഹയുഗത്തിൽ നമ്മൾ പറഞ്ഞു ഉപകരണങ്ങൾക്ക് പകരം എന്ത് ഉപയോഗിച്ചു? ലോഹങ്ങൾ വെച്ച് ഉപയോഗിച്ചോ. അപ്പോൾ നമുക്ക് ഉപകരണങ്ങൾ എന്തൊക്കെയായിരുന്നു വ്യത്യാസം എന്ന് പറയുന്നത് നോക്കിയാൽ അനുയോജ്യമായ ആകൃതിയിലെ രൂപത്തിൽ മാറ്റാനാകും, കൂടുതൽ കാലം നിലനിൽക്കും. ഇനി നമ്മൾ ശിലായുഗത്തിൽ തന്നെ പറഞ്ഞു 2 ശിലായുഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ലോഹയുഗങ്ങൾ എന്ന് പറഞ്ഞു? താമ്രശിലായുഗം, അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? വെങ്കലയുഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് താമ്രശിലായുഗം എന്ന് പറഞ്ഞാൽ? ശിലായുഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുവല്ലോ. ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിലും മനുഷ്യർ ശിലായുധങ്ങൾ ഉപേക്ഷിച്ചില്ല. ശിലാപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും കൂടി ഉപയോഗിച്ചു. ഇതിനെയാണ് താമ്രശിലായുഗം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇവർ ഉപയോഗിച്ചിരുന്ന ശിലാപകരണങ്ങളായിരുന്നു. ഇങ്ങനെ ലോഹയുഗത്തിൽ വന്നപ്പോൾ ശിലായുഗങ്ങൾ അവർ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തതിനെയാണ് നമ്മൾ പറയുന്നത് താമ്രശിലായുഗം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും താമ്രശിലായുഗത്തിൻ്റെ നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ? രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഓക്കെയാണല്ലോ. ഇനി എന്താണ് വെങ്കലയുഗം എന്ന് പറയുന്നത്? വെങ്കലയുഗം എന്ന് വെച്ചാൽ എന്താണ്? വെങ്കലയുഗവും അതുപോലെ തന്നെ വേദകാലം എന്ന് പറയുന്ന ടോപ്പിക് കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും കേട്ടോ. അപ്പോൾ വെങ്കലയുഗം എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം.
വെങ്കലം എന്ന് വെച്ചാൽ ഓട് എന്നാണ് അർത്ഥം. ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. വെങ്കലം എന്ന് വെച്ചാൽ ബ്രോൺസ് ആണ് അല്ലേ, ബ്രോൺസ് ആണ്. അപ്പോൾ വെങ്കലം എന്ന് പറയുന്നത് ഓട് എന്നാണ് അല്ലേ. വെങ്കലം എന്ന് വെച്ചാൽ എന്താണ്, ഓടാണ്. ചെമ്പും വെളുത്തിയവും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹസങ്കരമാണ് വെങ്കലം എന്ന് പറയുന്നത്. ചെമ്പിനേക്കാളും ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് വെങ്കലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വ്യത്യാസം നോക്കാം നമുക്ക്. വെങ്കലയുഗത്തിൽ എന്താണ് വ്യത്യാസം? നാഗരിക ജീവിതത്തിലേക്കുള്ള മനുഷ്യരുടെ കടന്നുവരവിനെക്കുറിച്ചുള്ള വിവരണം നൽകിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങി പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധ തരം കൈത്തൊഴിൽ, കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷത്തെയാണെന്ന് പറയുന്നത് നാഗരികത എന്ന് പറയുന്നത്. വിശാലമായ വീഥികൾ, പൊതുകെട്ടിടങ്ങൾ, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, തിരക്കേറിയ ജീവിതം, വിനോദം എന്നിവയൊക്കെ നഗരജീവിതത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ ഈ നാഗരിക ജീവിതത്തിൻ്റെ ആരംഭം കുറിച്ചത് വെങ്കലയുഗത്തിലാണ്. അപ്പോൾ വെങ്കലയുഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? നാഗരികത അല്ലേ. നാഗരികത എന്ന് വെച്ചാൽ എന്താണ്? കുറേ പ്രവർത്തനങ്ങൾ, കൈത്തൊഴിൽ, കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, മെച്ചപ്പെട്ട സൗകര്യങ്ങളും കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഹരപ്പൻ സംസ്കാരം. അപ്പോൾ ഹരപ്പൻ സംസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്. ഹരപ്പൻ സംസ്കാരം വെങ്കലയുഗത്തിലാണ്. ഹരപ്പൻ സംസ്കാരം ഹരപ്പ, മോഹൻജോദാരോ, ലോത്താൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ, വലിയ കുളം, വീടുകൾ, തെരുവീഥികൾ, ചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയും വിവിധ തരം തൊഴിലുകളുടെയും കച്ചവടത്തിൻ്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതുകൊണ്ടാണ് ഹരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് പറയുന്നത്. കാരണം എന്താണ്? അവിടെ ഹരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് വെങ്കലയുഗത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ആ ഒരു സമയത്തിനുണ്ടായതാണ് ഹരപ്പൻ സംസ്കാരം. ഹരപ്പ, മോഹൻജോദാരോ, ലോത്താൽ തുടങ്ങിയ നഗരങ്ങളും പൊതുകെട്ടിടങ്ങൾ, വലിയ കുളം, വീട്, തെരുവീഥി, അഴുക്കുചാല്, ധാന്യപ്പുരകളും കച്ചവട സാന്നിധ്യങ്ങളൊക്കെ ഈ സമയത്താണ് ഉണ്ടായിരുന്നത്. അതിന് നാം ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി എന്താണ് സപ്തസിന്ധു പ്രദേശം എന്ന് പറയുന്നത്? സിന്ധു നദിയും അതുപോലെ തന്നെ അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് സപ്തസിന്ധു പ്രദേശം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ എന്ന് പറയുന്നത്? സംസ്കൃതം, ലത്തീന്, ഗ്രീക്ക്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡിഷ്, റഷ്യൻ, പോളിഷ്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, റുമേനിയൻ എന്നീ ഭാഷകളും എന്തിൽ ഉൾപ്പെടുന്നു? ഇൻഡോ യൂറോപ്യൻ ഭാഷകളിൽ ഉൾപ്പെടുന്നു. ഓക്കെ ആണല്ലോ ആണ്.